നമസ്തേ. 9ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ ലെസൺ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ടെക്സ്റ്റ് ബുക്കുള്ള എല്ലാ കുട്ടികളും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലോ നോട്ട്ബുക്കിലോ ഒക്കെ മാർക്ക് ചെയ്യുക. മീനിങ്സൊക്കെ മനസ്സിലാവാത്തത് എഴുതിയെടുക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഈ 1ാമത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പേജ് എടുക്കുക. ആ പേജിൽ ഒരു പിക്ചറുണ്ട്. അതിന് താഴെയായി 3 വരിയുള്ള ഒരു ചെറിയ കവിത കിടപ്പുണ്ട്. ഇതുപോലെയുള്ള കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 8ാം ക്ലാസ്സിൽ. കബീർദാസിൻ്റെയും റഹീമിൻ്റെയും ദോഹ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ദോഹ എന്ന് പറഞ്ഞാൽ? 2 വരിയിൽ പൂർണ്ണമായ ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതുന്ന ചെറിയ കവിതകൾക്ക് പറയുന്ന പേരാണ് ദോഹ. ഇവിടെ ഈ 3 വരിയുള്ള കവിതയ്ക്ക് പറയുന്നത് ഹൈക്കു എന്നാണ്. ഹൈക്കു എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത് ജാപ്പനീസ് ലാംഗ്വേജിൽ നിന്നാണ്. ജാപ്പനീസ് ഭാഷയിൽ എഴുതിയിരുന്ന ചെറിയ കവിത 3 വരിയുള്ള ഇതുപോലത്തെ കവിതകൾക്ക് പറഞ്ഞിരുന്ന പേരാണ് ഹൈക്കു. എന്നാൽ ഇന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെ ഹൈക്കു എഴുതുന്നുണ്ട്. ഹൈക്കുവിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക സ്ക്രീനിൽ. അതിൻ്റെ ആദ്യത്തെ വരിയിൽ 5 അക്ഷരം, 2ാമത്തെ വരിയിൽ 7 അക്ഷരം, 3ാമത്തെ വരിയിൽ 5 അക്ഷരം, അങ്ങനെ ടോട്ടൽ 17 അക്ഷരമുള്ള ചെറിയ കവിതകൾക്ക് പറയുന്ന പേരാണ് ഹൈക്കു. നോക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, ആദ്യത്തെ വരിയിൽ 5 അക്ഷരമല്ലല്ലോ, കൂടുതലുണ്ട്. എന്നാൽ അവിടെ ആ ചിഹ്നങ്ങൾ, നിങ്ങൾ അടയാളങ്ങളൊന്നും സെപ്പറേറ്റ് കൗണ്ട് ചെയ്യാൻ പാടില്ല. ആ ലെറ്റേഴ്സിൻ്റെ കൂടെ തന്നെ ചേർത്തെടുക്കുക. 2ാമത്തെ വരിയിൽ കാണുന്ന കൂട്ടക്ഷരങ്ങളും അതുപോലെ തന്നെയാണ്, പൂർണ്ണമായ ഒറ്റ അക്ഷരമായിട്ട് എടുക്കുക. അപ്പോൾ മനസ്സിലാവും ടോട്ടൽ 17 അക്ഷരം. ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം ഒന്ന് നോക്കാം. മയ്യാക്കി ആയി വൃദ്ധാശ്രം സെ ചിട്ടി കൈസേ ഹോ ബേട്ട. വൃദ്ധാശ്രം സെ മയ്യാക്കി ചിട്ടിയായി. വൃദ്ധസദനത്തിൽ നിന്നും അമ്മയുടെ കത്ത് വന്നു. ചിട്ടി എന്ന് പറഞ്ഞാൽ ലെറ്റർ. അമ്മ കത്തയച്ചു. ആർക്കാണ് കത്തയച്ചത്? ബേട്ട. അപ്നി ബേട്ടേക്കോ ചിട്ടി ലിഖാത. തൻ്റെ മകന് വേണ്ടിയിട്ടാണ് കത്തയച്ചത്. അതിനകത്ത് അമ്മ എഴുതിയിരുന്നു, ഉസ്മേ ക്യാ ലിഖാത, കൈസേ ഹോ ബേട്ട, എങ്ങനെ ഇരിക്കുന്നു മോനെ, നിനക്ക് സുഖമാണോ? നമ്മൾ നവീൻ കക്ഷാ കെ പഹലെ പാഠ്ഭാ കവിത ഹെ. കവിത കാ നാം പുൽബനി ദീമാം. 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ലെസൺ ഒരു പോയമാണ്. പോയത്തിൻ്റെ ടൈറ്റിൽ പുൽബനി ദീമാം, അമ്മ പാലമായിരുന്നു. നമുക്കിനി ആ ലെസൺ നോക്കാം, വായിക്കാം. हम फाइयों के बीच पुल बनी थी माम, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरीलाल बत्ती के हम लोगों की चुक चुक चक चक. हम फाइयों के बीच മാം പുൽ ബനി തി. ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ അമ്മ ഒരു പാലമായിരുന്നു. ഒരു ബ്രിഡ്ജിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 തീരങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ജോലിയാണ് ബ്രിഡ്ജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ സഹോദരങ്ങളെ തമ്മിൽ അമ്മ കണക്ട് ചെയ്തിരുന്നു. അതായത് ഒരു ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആളാണ് അമ്മ. ജിസ്മേം ആയേ ദിൻ ദൗട്ടി രഹ്തി തി ബേദടക് ബിനാ കിസി ഹരി ലാൽ ബത്തി കെ. ജിസ്മേം ആയേ ദിൻ, അതിലൂടെ ആയേദിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എല്ലായ്പ്പോഴും ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ദൗട്ടി രഹ്തീതി, ഓടിക്കൊണ്ടേയിരുന്നു. എങ്ങനെ ഓടിയേ? ബേദടക്. ബേദടക് എന്ന് പറഞ്ഞാൽ ബിന ഡർക്കെ, ഒരു പേടിയും കൂടാതെ അമ്മയാകുന്ന ആ പാലത്തിലൂടെ ഞങ്ങൾ ഓടിക്കൊണ്ടേയിരുന്നു. ബിനാ കിസി ഹരിലാൽ ബത്തി കെ ഹം ലോഗോങ്കി ചുക് ചുക് ചക് ചക്. ഇവിടെ മക്കളെ തീവണ്ടിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ചുക് ചുക് ചക് ചക് എന്ന് പറഞ്ഞാൽ തീവണ്ടി. അതായത് അമ്മയാകുന്ന പാളത്തിലൂടെ മക്കളാകുന്ന ഞങ്ങൾ തീവണ്ടി എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഒരു പേടിയും കൂടാതെ, ഒന്നും ശ്രദ്ധിക്കാതെ. അതായത് ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്കറിയാം, റെഡ് സിഗ്നൽ ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം, ഗ്രീൻ ആണെങ്കിൽ വണ്ടി മുന്നോട്ടെടുക്കാം. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഞങ്ങളതൊന്നും ശ്രദ്ധിച്ചില്ല. ഹരി ഗ്രീൻ സിഗ്നൽ, ലാൽ എന്ന് പറഞ്ഞാൽ റെഡ് ആണോ ഗ്രീൻ ആണോ, ബത്തി എന്ന് പറഞ്ഞാൽ പ്രകാശം, അതൊന്നും ആ ട്രാഫിക് സിഗ്നൽസ് ഒന്നും നോക്കാതെ ഞങ്ങളാകുന്ന തീവണ്ടി അമ്മയാകുന്ന പാളത്തിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു. പിതാ കെ ബാദ് ഹം ഫായിയോं के बीच पुल बनी माम, अचानक नहीं टूटी, धीरे धीरे टूटती रही, हम देखते रहे और मानते रहे कि बूटा रही है माँ. പിതാ കെ ബാദ്
ഹം ഫായൂം കെ പീച്ച് പുൽ ബനീമ. അച്ഛൻ്റെ മരണശേഷം, അച്ഛന് ശേഷവും, അതായത് അച്ഛൻ മരിച്ചു, അതിന് ശേഷവും അമ്മ എന്ത് ചെയ്യാനെ കണ്ടിന്യൂ ചെയ്തു? അമ്മയുടെ ആ ജോലി, അതായത് അമ്മ ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ പാലമായിരുന്നു. അചാനക് നെഹീൻ ടൂട്ടി ധീരെ ധീരെ ടൂട്ടി രഹി. അചാനക് എന്ന് പറഞ്ഞാൽ സഡൻലി, പെട്ടെന്ന്. അമ്മയാകുന്ന ആ പാലം പെട്ടെന്നൊന്നും ടൂട്ടി പൊട്ടുക, തകർന്നു പോയില്ല. ധീരെ ധീരെ ടൂട്ടി രഹി, പതുക്കെ പതുക്കെ തകരാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പ്രായമാകാൻ തുടങ്ങി. ഹം ദേഖ്തേ രഹേ ഔർ മാൻതേ രഹി കി ബൂട്ടാ രഹി ഹെ മാ. ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് മനസ്സിലായി. മാന്ന എന്ന് പറഞ്ഞാൽ മനസ്സിലാകുക, അനുസരിക്കുക എന്നൊരു മീനിങ് ഉണ്ട് ഇവിടെ, മനസ്സിലാകുക. ഇത് മനസ്സിലായി. ബൂട്ടാ രഹി ഹെ മാം, അമ്മയ്ക്ക് പ്രായമാകുന്നു. മാം കെ ബാർ ബാർ കഹിനി കോ ഹം മാൻകർ ചലത്തെ രഹേ. उसके बूटे होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही माँ. അമ്മ എന്ത് ചെയ്യാൻ തുടങ്ങി? നമുക്കറിയാം, പ്രായമായ ആളുകൾ ഒരു കാര്യം തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ പെറുപെറുക്കുക എന്ന് പറയും. അതുപോലെ ഇവിടെ അമ്മ എന്ത് ചെയ്യാൻ തുടങ്ങി? വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ തുടങ്ങി. അമ്മ ആവർത്തിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഹം മാൻകർ ചലത്തെ രഹേ, ഞങ്ങൾ അമ്മ പറയുന്നത് കേട്ട് നടന്നു. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി അമ്മയ്ക്ക് വയസ്സായി, അതുപോലെ തന്നെ അമ്മയുടെ ക്യാരക്ടറിലുണ്ടായ ആ ഒരു ഡിഫറൻസ്. അപ്നി ഹർ ആവാസ് മീൻ ധീരെ ധീരെ ടൂട്ടി രഹി. അമ്മയുടെ ശബ്ദം എന്ത് ചെയ്യാൻ തുടങ്ങി? ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം, അത് പതുക്കെ പതുക്കെ തകരാൻ തുടങ്ങി, പൊട്ടാൻ തുടങ്ങി. അതായത് പ്രായമായി കഴിയുമ്പോൾ വിറയൽ അനുഭവപ്പെടാറുണ്ട്, അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. धीरे धीरे महसूस करने लगे हम अपनी वृषभ कंधों में माम का फारी होना. ഹാത്തോം ഹാത്ത് രഹത്തി മാം. ഹാത്തോം ഹാത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൈ പിടിച്ച് നടന്ന അമ്മ, ഒരു ദിവസം അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു? എക് ദിൻ ഹമാരെ കന്തോമേ ആകിയ, ഒരു ദിവസം ഞങ്ങളുടെ ചുമലിലായി. കന്ത എന്ന് പറഞ്ഞാൽ ഷോൾഡർ, ഇവിടെ ചുമലിലായി. അതായത് അമ്മയ്ക്കും സ്വയം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അമ്മയുടെ ഉത്തരവാദിത്വം മുഴുവൻ ഞങ്ങളുടെ ചുമലിലായി. ധീരെ ധീരെ മഹസൂസ് കർണേ ലഗേ ഹം, പതുക്കെ പതുക്കെ ഞങ്ങൾക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങി, മഹസൂസ് കർണ അനുഭവപ്പെടാൻ തുടങ്ങി. അപ്നി വൃഷഫ് കന്തോമേ മാം കാ ഫാരി ഹോന, ഞങ്ങളുടെ വൃഷഫ് കന്ത എന്ന് പറഞ്ഞാൽ ശക്തമായ ചുമലിൽ അമ്മയുടെ ഭാരം വർദ്ധിക്കുന്നതായി തോന്നി. അതായത് ഓരോ ദിവസം കൂടുന്തോറും അമ്മയ്ക്ക് കൂടുതൽ ഞങ്ങളുടെ സഹായം ആവശ്യമായി വന്നു. ഒന്നും തന്നെ അമ്മയ്ക്ക് സ്വയം ചെയ്യാൻ കഴിയുന്നില്ല, എല്ലാ കാര്യങ്ങൾക്കും അമ്മ ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. പുൽ ബനീതി മാം കവിതയിലെ കുറച്ച് ലൈൻസ് നമ്മളിന്ന് പഠിച്ചു. അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പുൽ ബനീതി മാം സേ ക്യാ താൽപര്യ ഹേ. അമ്മ പാലമായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? പുൽ ദോ കിനാരോങ്കോ ആപ്പസ് മേ ജോഡ്താ ഹേ. ഒരു ബ്രിഡ്ജ് എന്ത് ചെയ്യുന്നു? രണ്ട് തീരങ്ങളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നു. മാം പരിവാർ കെ ഹർ സദസ്യക്കോ ആപ്പസ് മേ ജോഡ്നെ വാലി കടി ഹേ. അതുപോലെ തന്നെയാണ് അമ്മ ഒരു ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനെയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന കടി. കടി എന്ന് പറഞ്ഞാൽ മീനിങ് ചങ്ങല. ഇസ്ലിയെ മാം കോ പുൽ കഹാ ഗയാ ഹേ. അതുകൊണ്ടാണ് ഇവിടെ കവി അമ്മയെ പാലമായി സങ്കല്പിച്ചിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബൂട്ടാ രഹി ഹെ മാം ഇസ്ക ആശയ ക്യാ ഹെ. അമ്മയ്ക്ക് പ്രായമായി അല്ലെങ്കിൽ വയസ്സായി എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ആശയം? प्रस्तुत पंक्ति का आशय यह है कि माम के शरीर पर बुढ़ापे का असर दिखने लगा. ഈ ലൈൻസിൻ്റെ മീനിങ് ഇതാണ്, അമ്മയുടെ ശരീരത്തിൽ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. നമുക്ക് ശാരീരിക और മാനസിക रूप से कमजोर होने लगी. അമ്മ ശാരീരികമായും മാനസികമായും അമ്മയ്ക്ക് ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങി. അതാണ് ആ ലൈൻസിൻ്റെ മീനിങ്. മാം ആഖിർ മാം ഹി തോഹെ ഇസസെ ആപ്നെ ക്യാ സംച. എന്ത് തന്നെയാണെങ്കിലും അമ്മ തന്നെയാണല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? इसका मतलब है कि माम का मातृत्व बच्चों की कठिनाइयों को अच्छी तरह जानता है. ലൈൻസിൻ്റെ മീനിങ് ഇതാണ്, അമ്മയുടെ മാതൃത്വം അമ്മയ്ക്കറിയാം, മക്കളുടെ കഷ്ടപ്പാട് അമ്മയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അർത്ഥാത് മാം അപ്നെ ബച്ചോं के बारे में सब कुछ जानती है എന്ന് പറഞ്ഞാൽ മീനിങ് ഇതാണ്, അമ്മയ്ക്ക് മക്കളെക്കുറിച്ച് നന്നായിട്ടറിയാം, മക്കളുടെ ക്യാരക്ടർ, അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്നൊക്കെയുള്ള കാര്യം മറ്റാരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഭംഗിയായി അമ്മയ്ക്കറിയാം. നമ്മൾ പഠിച്ച ഈ പോയത്തിൻ്റെ
ടിപ്പണിയാണ് അടുത്ത് തന്നിരിക്കുന്നത്. കവിത ക പരിചയ ദേത്തെ ഹുയെ ടിപ്പണി ലിഖി. ഇപ്പോൾ കവിത പരിചയപ്പെടുത്തിക്കൊണ്ട് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. बदलते पारिवारिक संबंधों की आलोचना कविता पुल बेनीदी माँ बूटे बुजुर्गों के प्रति उत्तरदायित्वों से विमुख होती जा रही നയി പീഡി കെ വ്യവഹാർ കോ ദർശാത്ത ഹെ. ഈ കവിത നമ്മുടെ മുന്നിൽ എന്താണ് കാണിച്ചു തരുന്നത്? കുടുംബ ബന്ധങ്ങൾ, ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന ഫാമിലിയിലെ കാര്യങ്ങൾ, അതായത് പ്രായമായ ആളുകളെ നോക്കേണ്ട ഉത്തരദായിത്വം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വത്തിൽ നിന്നും വിമുഖത, അതായത് നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മുഖം തിരിക്കുന്ന നയി പീഡി പുതിയ തലമുറയെക്കുറിച്ചാണ് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. कविता में माँ के पुल होने और पुल से बोझ बनने की हालत पर ചർച്ച की गई है. ഈ കവിതയിൽ എന്താ കാണുന്നത്? നമ്മൾ അമ്മ ഒരു പാലമായിരുന്നു എന്ന് ആദ്യം മനസ്സിലാക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അമ്മയാകുന്ന ആ പാലം മക്കൾക്ക് ഒരു ഭാരമായി മാറുന്നു എന്നാണ് നമുക്ക് കവി കാണിച്ചു തരുന്നത്. മാം ഫായും കെ ബീച്ച് പുൽ ബനീതി. അമ്മ സഹോദരങ്ങൾക്കിടയിൽ പാലമായിരുന്നു. പുൽ ദോ കിനാരോങ്കോ ആപ്പസ്മേം ജോഡ്താ ഹെ. പാലം എന്ത് ചെയ്യുന്നു? രണ്ട് തീരങ്ങളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നു. മാം പരിവാർ കെ ഹർ സദസ്യക്കോ ആപ്പസ്മേം ജോഡ്നെ വാലി കടി ഹെ. ഇവിടെ അമ്മ മാം പരിവാർ കെ ഹർ സദസ്യക്കോ ആപ്പസ്മേം ജോഡ്നെ വാലി കടി രഹി. അമ്മ എന്തായി മാറി? കുടുംബത്തിലെ എല്ലാ മെമ്പേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ചങ്ങല പോലെയായിരുന്നു. इस माम रूबी पुल से बच्चों की जिंदगी रूबी रेलगाड़ी ബേറോക്കട്ട് ചൽത്തി രഹി. ഈ അമ്മയാകുന്ന പാലത്തിലൂടെ മക്കളുടെ ജീവിതം എന്തുപോലെ ഓടി? ഒരു കൺട്രോളും ഇല്ലാതെ, അതായത് ഒരു ടെൻഷനും ഇല്ലാതെ ഒരു ട്രെയിൻ പോലെ ഈ മക്കളുടെ ജീവിതം അമ്മയാകുന്ന പാളത്തിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. പിതാക്കെ ചൽ ബസ്നേക്ക് ബാദ് ഫിഫായും കി ബീച്ച് മാം പുൽ ബനി രഹി. അച്ഛൻ്റെ മരണശേഷവും അമ്മ സഹോദരങ്ങൾക്കിടയിൽ പാലമായി തന്നെ ഉണ്ടായിരുന്നു. മാം ധീരെ ധീരെ ടൂട്ട്നെ ലഗി. പതുക്കെ അമ്മ തകരാൻ തുടങ്ങി. യാനി മാനസിക രൂപസേ വഹ് ധീരെ ധീരെ കംസോർ ഹോത്തി ഗയി. അതായത് മാനസികമായി അമ്മയ്ക്ക് ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങി. ഉസ്കെ ശരീർ പർ ബുട്ടാപ്പെ കാ അസർ ദിഖ്നെ ലഗ. അമ്മയുടെ ശരീരത്തിൽ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. ഒരു ശാരീരിക രൂപസേ ഫി കംസോർ ഹോനെ ലഗീതി. മാനസികമായും അമ്മയ്ക്ക് ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങി, ശാരീരികമായും അമ്മയ്ക്ക് ബലഹീനത അനുഭവപ്പെടാൻ തുടങ്ങി. ഏക് ഹി ബാത് കോ മാം ബാർ കഹിനെ ലഗി. ഒരേ കാര്യം തന്നെ അമ്മ ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ തുടങ്ങി. ബച്ചെ ഇസ് ആദത്ത് കോ ഉൻകെ ബഡ്ത്തെ ഹുയെ ബുട്ടാപ്പെ കി നിശാനി മാൻകർ ജീനെ ലഗി. മക്കൾക്ക് മനസ്സിലായി അമ്മയുടെ ഈ ക്യാരക്ടറിൽ ഉണ്ടായ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എന്തിൻ്റെ അടയാളമായി മനസ്സിലാക്കി? അമ്മയുടെ പ്രായം കൂടുന്നു, അമ്മയ്ക്ക് വാർദ്ധക്യമായി എന്ന കാര്യം മക്കൾക്ക് മനസ്സിലായി. ഉസ്കി ആവാസ് കംസോർ ഹോത്തി രഹി വ ധീരെ ധീരെ ദുർബൽ ഹോത്തി രഹി. അമ്മയുടെ ശബ്ദം അതിനും ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങി, അതായത് വിറയൽ അനുഭവപ്പെടാൻ തുടങ്ങി. പതുക്കെ അമ്മ ദുർബലയായി മാറി. ബച്ചോं के प्रति प्यार और दुलार से रहने वाली माँ एक दिन बच्चों के आश्रय में आ गई. മക്കൾക്ക് സ്നേഹമായി കരുതലായി കൂടെ നിന്ന അമ്മ ഒരു ദിവസം മക്കളുടെ കീഴിലായി അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ എത്തി. ധീരെ ധീരെ ബച്ചോं के सशक्त कंधों में माँ बोझ बन गई. പതുക്കെ മക്കളുടെ ശക്തമായ ചുമലിൽ അമ്മയൊരു ഭാരമായി മാറി. जब तक बूटी माम जीवित रही बच्चे माम की देखरेख की जिम्मेदारी ഏക് ദൂസരയ്ക്ക് കന്തോമ്പർ ഡാൽത്തേ രഹെ എന്ന് വരെയാണോ വയസ്സായ ആ അമ്മ ജീവിച്ചിരുന്നത്, അതുവരെയും മക്കൾ എന്ത് ചെയ്തു? അമ്മയെ നോക്കുന്ന ചുമതല പരസ്പരം മാറ്റിക്കൊണ്ടേയിരുന്നു. സാരി സിന്ദഗി ബച്ചോं के लिए जीने वाली മാം ബൂട്ടാപ്പെ में बच्चों के लिए फार बन गई. ജീവിതകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച അമ്മ മക്കൾക്ക് ഭാരമായി മാറി. पर माम का മാതൃത്വ बच्चों की इस कठिनाई को सह नहीं पाया. പക്ഷെ അമ്മയ്ക്ക് മക്കളുടെ ഈ ബുദ്ധിമുട്ട് താങ്ങാൻ കഴിഞ്ഞില്ല. वह स्वयं उनके कंधों से उतर गई, मतलब उसका अंतिम प्रयाण हो गया. അമ്മ സ്വയം മക്കളുടെ ചുമലിൽ നിന്ന് ഇറങ്ങിപ്പോയി, അതായത് അമ്മ അവസാന യാത്രയ്ക്കായി കടന്നുപോയി, അതായത് അമ്മ മരിച്ചുപോയി. മാം കെ അഫാവ് ബച്ചെ ബേസഹാരെ ബൻ ഗേ. അമ്മയുടെ അഭാവത്തിൽ മക്കൾക്ക് ആശ്രയം നഷ്ടപ്പെട്ടു. കവിതാമേം പ്രയുക്ത ശബ്ദ് കഥൻ और മുഹാവരെ വൃഷഭ് കന്ത ബദൽന ഉദർ ഗേ കന്തേ ആദി കവിത കോ ഔർ സശക്ത് ബനായാ ഹെ. ഇവിടെ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില പ്രത്യേക പദങ്ങളും അതുപോലെ തന്നെ ചില മുഹാവര ഫ്രേസ്, അത് ഏതൊക്കെയെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വൃഷഭ് കന്ത ബദൽന ഉദർഗേ കന്ത. ഇതൊക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ കവിതയ്ക്ക് കൂടുതൽ ഭംഗി കൊടുത്തിരിക്കുകയാണ്. കുറച്ചുകൂടെ അതിൻ്റെ മീനിങ് നമുക്ക് കുറച്ചുകൂടെ ഡീപ്പാക്കി മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ നമ്മുടെ ഈ ലെസൺ കഴിഞ്ഞു. അതിനകത്തെ നോട്ട്സും വായിച്ചിട്ടുണ്ട്. നിങ്ങൾ കുറച്ചായി ഈ നോട്ട്സ് എഴുതുക. എഴുതിയതിന് ശേഷം പഠിക്കുക. താങ്ക് യു.